ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 975 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത അപ്പോസ്തല പ്രവൃത്തികൾ 10 അധ്യായം 38 തിരുവചനമാണ്. നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഒരു വിളക്കിന്റെ ധർമ്മം എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കലല്ല, ഇരുട്ടിൽ വെളിച്ചം പകരുക എന്നുള്ളതാണ്. യേശുതമ്പുരാന്റെ ജീവിതം അനേകർക്ക് വെളിച്ചം പകരുന്ന ഒന്നായിരുന്നു. യേശുവിന്റെ സഞ്ചാരമെല്ലാം നന്മ ചെയ്തുകൊണ്ടായിരുന്നു, സൗഖ്യം നൽകിക്കൊണ്ടായിരുന്നു, ആശ്വാസം പകർന്നുകൊണ്ടായിരുന്നു, പാപികളെ രക്ഷിച്ചുകൊണ്ടായിരുന്നു, സ്നേഹം നൽകിക്കൊണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സഞ്ചാരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് ദൈവം എന്നെയും നിന്നെയും ഒക്കെ ക്രിസ്തുവിന്റെ ശിഷ്യരായി അതേ അഭിഷേകത്തിലേക്ക് വിളിക്കുകയാണ്. യേശുവിന്റെ സേവനം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം ദൈവശക്തിയുടെ തെളിവായി മാറുന്നുണ്ട്. കഴിയുന്ന പോലെ നന്മ ചെയ്യുവാനും മറ്റുള്ളവരെ ഉയർത്തുവാനും ഇരുട്ടിൽ വെളിച്ചമാകുവാനുമൊക്കെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ എല്ലാവരിലും ഉണ്ടാകണം. ജീവിതം സ്വാർത്ഥതയ്ക്കല്ല, അത് സേവനത്തിനായി മാറുവാൻ ഇടയാകണം. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരിലും വ്യാപരിക്കുവാനായിട്ട് ഇടയാകട്ടെ. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവാൻ, മറ്റുള്ളവർക്ക് താങ്ങാകുവാൻ, കരുതലാകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.